കൂപ്പി നിരന്നു ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിരന്നു. ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയും ഒരുങ്ങി. മനസ്സിനുള്ളിൽ വെറുപ്പുണ്ടോ അതു നീ മാറ്റിടണം. ക്ഷമിച്ചിടണം, പ്രാർത്ഥിക്കണം, അകം ശുദ്ധമാക്കിടണം. മനസ്സിനുള്ളിൽ വെറുപ്പുണ്ടോ അതു നീ മാറ്റിടണം. ക്ഷമിച്ചിടണം, പ്രാർത്ഥിക്കണം, അകം ശുദ്ധമാക്കിടണം. ഇതാണാ നിമിഷം, വരം തരുന്നൊരു നിമിഷം. ഇതാണാ നിമിഷം, വരം തരുന്നൊരു നിമിഷം. അതു നേടാൻ യോഗ്യത നീ അനുദിനം നേരിടണം. ഈശ്വലേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ബലിവേദിയിലേക്ക് കൂപ്പുകരങ്ങളോടെ നമുക്ക് അണയാം. ഇന്ന് ഈ ദിവ്യബലിയിൽ ഒരു ഭവനം സ്വപ്നം കാണുന്ന, ഒരു തണലിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പരിശുദ്ധമായ ഈ ബലിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവെ കനിയണമേ. പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവെ കനിയണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾക്കു നൽകുവാൻ തിരുമനസായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹശൃംഖലകളിലും അവരെ പിഞ്ചെന്ന് അങ്ങേ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കാരുണ്യപൂർവമിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വധ്യേ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദൈവം അരുൾ ചെയ്തു, കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ. ഞാൻ പ്രകാശം ഉണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്, ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുൾ ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമി രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വൃദ്ധമായല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും. ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. കർത്താവിൻ്റെ വചനം. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്കു തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. കാരുണ്യവും വിശ്വസ്തയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. സ്വർഗങ്ങളെ
മുകളിൽ നിന്ന് പൊഴിയുക. ആകാശം നീതി ചൊരിയട്ടെ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. സ്വർഗങ്ങളെ, മുകളിൽ നിന്ന് പൊഴിയുക. ആകാശം നീതി ചൊരിയട്ടെ. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ശക്തിയോടെ സ്വരമുയർത്തി പറയുക, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഇരിക്കാം. പിതാവേ, ഞാൻ പാപിയാണ്, എന്നിൽ കനിയണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട കൊച്ചച്ച, സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, തിരുക്കുടുംബത്തിൻ്റെ നല്ല ഓർമ്മകളിലാണ് നമ്മൾ ഇന്ന് ഈ ദിവസം പരിശുദ്ധമായിട്ടുള്ള ഈ ബലി അർപ്പിക്കുക. തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാൾ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു തൂണ് അനുഭവം, ദൈവത്തിൻ്റെ ഒരു ബലം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ദൈവം തൂണായി തൊട്ടു നിൽക്കുന്ന ഒരു വലിയ ജനത്തെ നമ്മൾ കണ്ടുമുട്ടും. ഇസ്രായേൽ ജനം മരുഭൂമിയിലുള്ള ആ പ്രവാസത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വചനം നാം വായിച്ചു കേൾക്കും. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനും
പകൽ വഴി കാട്ടുവാനും മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകുവാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ നടന്നിരുന്നു. വെട്ടമായും വെളിച്ചമായും തണലായും ദൈവത്തിൻ്റെ ഒരു തൂണ് ഈ യാത്രയ്ക്ക് ബലമായിട്ട് ആ ഒരു കുടുംബത്തെ വലിയ വാഗ്ദാനത്തിൻ്റെ കാനാൻ ദേശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുകയാണ്. ഈ കാനാൻ ദേശത്തിലേക്കുള്ള മരുഭൂമി യാത്രയിൽ പലയിടങ്ങളിൽ പല രൂപത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകുമ്പോഴും ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ ഗൃഹനാഥനായി ഒരു ദൈവത്തിൻ്റെ തൂണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇത്തരത്തിൽ വെട്ടമായിട്ട് വെളിച്ചമായിട്ട് ഒരു ദൈവത്തിൻ്റെ തൂണ് ഉണ്ടായിരിക്കണം. അത് അപ്പനാകാം, അമ്മയാകാം, മക്കളാകാം. ആരൊക്കെ ഈ ദൈവത്തിൻ്റെ തൂണിനെ തൊട്ട് തലോടി യാത്ര ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഒരു തിരുക്കുടുംബമായിട്ട് മാറുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഈ ദൈവത്തിൻ്റെ തൂണ് അനുഭവിക്കാതെ ആരെങ്കിലും കടന്നു പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അവരൊക്കെ ഒരു പക്ഷേ നശിച്ചു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരും. വീണ്ടും ദൈവത്തിൻ്റെ തൂണായി ബലമായിട്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർ ആരൊക്കെ ഈ തൂണനുഭവം, ഈ ദൈവത്തിൻ്റെ ശക്തിപ്രഭാവം സ്വന്തം കുടുംബത്തിൽ അനുഭവിക്കാതെ കടന്നു വരുന്നുണ്ടോ അവരൊക്കെ ഉപ്പ് തൂണായി മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു കാഴ്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. 2 സഹോദരന്മാർ, ഒരു കുടുംബം അനുഗ്രഹത്തിൻ്റെ സമാഗമ കൂടാരമായിട്ട് മാറേണ്ട ഇടമാണ്. ആർത്തിയുടെയും അക്രമത്തിൻ്റെയും ഇടത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു സമാഗമ കൂടാരമായിട്ട് ഒരു തിരുക്കുടുംബം മാറണം. അവിടെ അത്തരത്തിൽ ഒരു തിരുക്കുടുംബം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ദൈവത്തിൻ്റെ തൂണായി അവിടെ അപ്പനുണ്ടാകണം, അമ്മയുണ്ടാകണം, മക്കളുണ്ടാകണം. 2 സഹോദരന്മാർ, അബ്രാമും ലോത്തും, ഈ 2 സഹോദരന്മാരുടെ ജോലിക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തർക്കത്തിനൊടുവിൽ ഈ 2 സഹോദരന്മാരും പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാം ലോത്തിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ദൈവത്തിൻ്റെ തൂണ് അനുഭവമായിട്ട് മാറുവാനായി നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകം. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും ഇനി ഒരിക്കലും വഴക്കുണ്ടാകരുത്. പ്രിയപ്പെട്ട സഹോദരൻ അബ്രാം ലോത്തിനോട് പറയുകയാണ്, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും ഇനി ഒരിക്കലും വഴക്കുണ്ടാകരുത്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് വലത്തുഭാഗമാണെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോകാം, നിനക്ക് ഇഷ്ടപ്പെട്ടത് ഇടത്തുഭാഗമാണെങ്കിൽ വലത്തുഭാഗമാണെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോകാം. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ തൂണ് അനുഭവമായിട്ട് സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ബലപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഏതൊരു കുടുംബത്തിലും ആർത്തിയുള്ള ഒരു മനുഷ്യനെ പോലെ ഈ ലോത്തും ആർത്തിയുള്ള ഒരു കുടുംബാംഗമായിട്ട് മാറുന്നുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം. ഈ ലോത്ത് തലപൊക്കി നോക്കിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ലോത്ത് തലപൊക്കി നോക്കിയിട്ട് കാണുന്നത് സമൃദ്ധിയുള്ള ജോർദാൻ നഗരത്തെയാണ്. സമൃദ്ധിയുള്ള ജോർദാനിലേക്ക് ലോത്ത് യാത്ര ചെയ്യുമ്പോൾ തരിശു നിലമായിട്ടുള്ള കാനാൻ ദേശത്തേക്ക് അബ്രാം യാത്ര ചെയ്യുന്നുണ്ട്. പിന്നീട് ഉണ്ടാകുന്ന ആ വലിയ ഒരു അനുഭവം നമ്മൾ മനസ്സിരുത്തി വായിച്ചു കേൾക്കണം. ആർത്തിയോടെ ഒരു കുടുംബത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന ലോത്ത് സോദോം എന്ന പട്ടണത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായി ആഗ്രഹിച്ച് കടന്നു ചെല്ലുമ്പോൾ 1ാം തവണ
അന്യദേശത്ത് നിന്ന് രാജാക്കന്മാർ വന്ന് ലോത്തിൻ്റെ എല്ലാ വസ്തുവകകളും കവർന്നെടുത്തുകൊണ്ട് അവരെ കവർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാം വട്ടം സോദോം എന്ന പട്ടണത്തിൽ പാപം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം ആ പട്ടണത്തിൻ്റെ മേലിലേക്ക് അഗ്നിയും ഗന്ധകവും വർഷിച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നു. അപ്പോഴും ദൈവത്തിൻ്റെ തൂണ് അനുഭവം ഈ ലോത്തിലേക്കും ലോത്തിൻ്റെ ഭാര്യയിലേക്കും കടന്നു വരുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, പിന്തിരിഞ്ഞു നോക്കാതെ നീ ഓടുക. വീണ്ടും ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനായിട്ട് ലോത്തിനെയും ഭാര്യയെയും വീണ്ടും ദൈവം ഒരുക്കി വിടുമ്പോൾ ഈ ആർത്തിയുള്ള കണ്ണുകളുമായി ലോത്തിൻ്റെ ഭാര്യ വീണ്ടും പിന്തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ പിന്തിരിഞ്ഞു നോക്കുന്ന ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായി മാറിപ്പോകുന്ന ഒരു കാഴ്ചയിലാണ് ആ ജീവിതം അവസാനിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തൂണായി, ബലമായി, വെട്ടമായി, തണലായി മാറാനായിട്ടാണ് ഓരോ കുടുംബത്തിൻ്റെയും വിളിയെന്ന് പറയുക. ആരൊക്കെ ഈ ദൈവത്തിൻ്റെ തൂണനുഭവം വിട്ട് മാറിപ്പോകുന്നുണ്ടോ അവരൊക്കെ ഉപ്പ് തൂണായി അവശേഷിക്കും. ആർക്കും ഉപയോഗമില്ലാത്ത ഒരു ഉപ്പ് തൂണ്. പ്രിയമുള്ളവരെ, നസ്രത്തിലെ തിരുക്കുടുംബം ഇങ്ങനെ ദൈവത്തിൻ്റെ തൂണ് അനുഭവങ്ങൾ, വെട്ടവും വെളിച്ചവും നിറഞ്ഞു നിൽക്കുന്ന, തണലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ്. പരിശുദ്ധ അമ്മ സ്വന്തം സ്വപ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ തൂണായി മാറി നിൽക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് സ്വന്തം ഭാര്യയെയും മകനെയും ആ വലിയ പലായനത്തിലും കാത്തു സൂക്ഷിക്കുവാനായിട്ട് തൻ്റെ ഉറക്കവും ആരോഗ്യവും തൻ്റെ സ്വപ്നവും ദുരഭിമാനവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തൂണായി നിലകൊള്ളുന്നു. ഈ വെട്ടത്തിലും വെളിച്ചത്തിലും വളർന്നു വന്ന ഈശോ എന്ന ആ മകൻ ഈ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകിക്കൊണ്ട് വലിയ സമാധാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ തൂണായി നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇങ്ങനെ വെട്ടവും വെളിച്ചവുമുള്ള മാതാപിതാക്കന്മാർ ഉണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ അവിടെ ദൈവത്തിൻ്റെ തൂണ് പോലെ ഒരു പുതിയ തലമുറ കടന്നു വരിക. ഏറെ പ്രിയപ്പെട്ട റോഷൻ എന്ന് പറയുന്ന ഒരു കുടുംബാംഗമുണ്ട്. എവിടെ പോയാലും സ്വന്തം കുടുംബത്തെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് റോഷൻ. ഈ റോഷനോട് ചോദിച്ചു, എന്തിനാണ് റോഷ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഒരുപാട് അവസരമുണ്ടായിട്ടും കുടുംബാംഗങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുക? എന്തിനാണ് ഒരുമിച്ച് യാത്ര ചെയ്യുക? റോഷൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മാത്രമേ ആ കൊച്ചു സന്തോഷം കിട്ടുന്നുള്ളൂ. മറിച്ച് എൻ്റെ കുടുംബവും ഒരുമിച്ച്, എൻ്റെ കുട്ടികളും ഒരുമിച്ച് അവരുടെ കളിയും ചിരിയുമായിട്ട് ഞാൻ എവിടെയൊക്കെയോ യാത്ര ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ അവർക്ക് കൂടി സന്തോഷം മാറ്റിവെക്കുകയല്ലേ. ദൈവത്തിൻ്റെ തൂണ് പോലെ ഒരു അപ്പൻ. വീണ്ടും ഏറെ ഇഷ്ടപ്പെടുന്ന, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആമി എന്ന് പറയുന്ന ഒരു കുഞ്ഞിപ്പെങ്ങള് ഈ അടുത്ത ഇടയ്ക്ക് തൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേക്ക് സമ്മാനിച്ച ബർത്ത്ഡേ കാർഡിൽ എഴുതി കൊടുത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കുണ്ട്. ഇംഗ്ലീഷിൽ അവൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഡിയർ അപ്പച്ചു, ദ ബെസ്റ്റ് പ്ലേസ് ഈസ് യുവർ ഷോൾഡർ. എൻ്റെ അപ്പൻ്റെ തോളാണ്, ഷോൾഡറാണ് എനിക്ക് ഏറ്റവും സേഫായിട്ട് തോന്നിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ദാറ്റ് ഐ ഹാവ് എവർ എൻജോയ്ഡ്. എൻ്റെ അപ്പൻ്റെ ഷോൾഡർ, തോളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. അവിടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എപ്പോൾ കരഞ്ഞാലും എന്ത് വേണമെന്ന് പറഞ്ഞാലും അതൊക്കെ എനിക്ക് സ്വസ്ഥമാക്കി സൗന്ദര്യമാക്കി തരുന്ന ഒരു അപ്പൻ. ഈ അപ്പനെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഐ ലവ് യു ഡാഡി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീട്ടിടങ്ങളിലും ഇതുപോലെയുള്ള ബർത്ത്ഡേ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയൊക്കെ സ്വസ്ഥമായി സുന്ദരമായിട്ട് സ്വന്തം അപ്പനോടും അമ്മയോടും നമുക്കിങ്ങനെ വിഷ് ചെയ്യുവാനായിട്ട്, ഹൃദയം തുറന്ന് ആശംസകൾ നേരുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇങ്ങനെ ദൈവത്തിൻ്റെ തൂണായിട്ട് ഓരോ മക്കളും മാറണമെന്ന് ചിന്തിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ആമി എന്ന ആ കുഞ്ഞിപ്പങ്ങൾ. വീണ്ടും ഇൻസെൻഡീസ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്രമുണ്ട്. അതിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു അമ്മയുണ്ട്. വിവാഹ ജീവിതത്തിന് ശേഷം തകർന്നു പോയ കുടുംബം, ചിതറിപ്പോയ കുടുംബത്തെ തിരിച്ചു പിടിക്കുവാനായിട്ട്, ചിതറിപ്പോയ മക്കളെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്ന ഒരു അമ്മ. ഒറ്റയ്ക്കാണെങ്കിലും ഒരുപാട് ചങ്കുറപ്പോടുകൂടെ ഈ അമ്മ യാത്ര ചെയ്യുന്നുണ്ട്. അവസാനം തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ അമ്മ മക്കളോട് പറയുന്ന ഒറ്റ വാചകം ഇപ്രകാരമാണ്: ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ടുഗെദർ ഓൾവേസ്. എപ്പോഴും ഒപ്പമായിരിക്കുക എന്നതാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം, ഒരു കുടുംബത്തിൻ്റെ ചൈതന്യം, ഐശ്വര്യം, പ്രാർത്ഥന എന്ന് പറയുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തൂണുപോലെ ഒരു അപ്പനും അമ്മയും മകളും മകനും മാറുമ്പോൾ ഇതുപോലെ ഒപ്പമായിട്ടുള്ള ഒരു സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തൂണുപോലെ രാവും പകലും വഴി നടക്കുവാനായിട്ട് വെട്ടവും വെളിച്ചവും തണലുമായിട്ട് മാറുന്ന ഒരു ദൈവത്തിൻ്റെ തൂണനുഭവം നമ്മുടെയൊക്കെ വീട്ടിടങ്ങളിലേക്ക് ഇന്ന് ഈ തിരുബലി കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ, അവിടെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ ഒന്ന് ആലോചിക്കാം, ഒപ്പമായിരുന്നിട്ടും നമ്മളൊക്കെ എത്ര അകലെയാണ് എന്നുള്ള ആ ഒരു ചിന്ത. അകലെയാണോ എന്ന് ചിന്തിക്കാം. അകലെയാണെങ്കിൽ ഒപ്പമാകാം. ദൈവത്തിൻ്റെ തൂണിനെ തൊട്ടു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ മാറ്റിവെക്കാം. തിരുക്കുടുംബമാകാം. ഒരു വലിയ തൂണ് അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു തിരുക്കുടുംബം. പ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റു നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതു പാപമോചന കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ കുടുംബത്തെ തന്നെ നമുക്കൊന്ന് ഓർക്കാം. ഇന്നൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയെ പറ്റി ഒന്ന് ധ്യാനിക്കാം. കണ്ണുകളടച്ച് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ബോധവാന്മാരാകാം. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങേ കരുണാർദ്ര സ്നേഹത്തിൽ അങ്ങേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഓർക്കാം. 10 കൽപ്പനകൾ ഒന്ന് പെട്ടെന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുതപിക്കുന്നു. അനുതാപത്തോടുകൂടെയുള്ള ഓരോ തിരിച്ചുവരവും ഈശോയുടെ ഹൃദയത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഒരു നിമിഷം മൗനമായി നമ്മുടെ പാപങ്ങൾ ഓർക്കാം. ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പാപങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപങ്ങൾ, നാവ് കൊണ്ട് നാം ചെയ്തു പോയ പാപങ്ങൾ, നോട്ടം കൊണ്ട് നാം ചെയ്ത പാപം, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ. ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കാം. ആർക്കെങ്കിലും സ്നേഹത്തോടെ കൊടുക്കുവാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരരോടും നമ്മോട് തന്നെയും ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് അനുതപിച്ചുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവം പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, പ്രത്യുത തന്നിലേക്ക് പിന്തിരിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അതിൻ്റെ രക്ഷകനായി അയക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് തൻ്റെ കരുണാർദ്രമായ സ്നേഹം പ്രകടിപ്പിക്കുകയും
നിങ്ങൾക്ക് സമാധാനം അരുളുകയും ചെയ്യട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അവർക്ക് പാപങ്ങൾ പൊറുക്കുവാനുള്ള അധികാരം നൽകി. എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാൽ അവിടുന്ന് നിങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ പൂരിതരാക്കുകയും ചെയ്യട്ടെ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ പാപങ്ങളുടെ മോചനത്തിനായി നമുക്ക് നൽകി അവിടുന്നിൽ നാം പിതാവിനെ സമീപിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പ്രകാശത്തിൻ്റെ ശോഭയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം തൻ്റെ പ്രാഭവമാർന്ന പ്രവൃത്തികളെ പ്രഘോഷിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും തൻ്റെ മഹത്വം നിങ്ങളെ അണിയിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ഭക്തിയാദരപൂർവം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവെ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ എന്നും അങ്ങയെ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനും അതുവഴി ധാരാളം മക്കളെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനും അവരുടെ ജീവിതം മാതൃകയാകട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, തിരുക്കുടുംബം നവനാളിൻ്റെ 3-ാം ദിവസമായ ഇന്നേ ദിവസം ഞങ്ങൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോർജ് പുന്നക്കട്ടേശ്ശേരി അച്ഛനെയും ഞങ്ങളെ വികാരി ഫ്രാൻസിസ് അച്ഛനെയും സഹവികാരി സ്മിജോ അച്ഛനെയും അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആഗമനകാലത്തിൻ്റെ അരൂപിയിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് ദൈവജനത്തെ അടിയുറച്ച വിശ്വാസത്തിലും വിശുദ്ധിയിലും നയിക്കുവാനുള്ള വരദാനങ്ങൾ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ ഭവനമില്ലാത്ത കുടുംബങ്ങളെ അങ്ങേ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും പരസ്പരം ബഹുമാനത്തിലും വളരുന്നതിനും നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കുന്നതിനും ഭവനമില്ലാത്ത കുടുംബങ്ങളെ നല്ലൊരു ഭവനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്നാപക യോഹന്നാനെ പോലെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരായി വിരൽ ചൂണ്ടുവാനുള്ള ആത്മധൈര്യവും ശക്തിയും നൽകി ഓരോ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അറിവിൻ്റെ ഉറവിടമായ ദൈവമേ, എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങേ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. തിന്മയുടെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മായാവലയങ്ങളിൽ നിന്നും അവരെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. അനുദിനം നന്മയിലും പുണ്യങ്ങളിലും വളർന്നു വരുവാൻ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ഉറവിടമായ ദൈവമേ, മരണം മൂലം അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർക്കും അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് നൽകി സ്വർഗത്തിലേക്ക് അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യമരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കാം.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു.
കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കൊപ്പമുണ്ടായിരിക്കട്ടെ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേക്കുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാകുൽത്താ മാമല വേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്തു. മേവിടുമീ ജനം ആർത്തഭക്ത്യാ, തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിവർ ഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവർ എന്നെന്നുമീ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മതിയം പിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മതിയം പിണ്ടലവും അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഒരു നിമിഷം കണ്ണുകളടച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവർ, ഒരു വീടിന് വേണ്ടിയിട്ട് ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർ, അങ്ങനെ അത്തരത്തിൽ എല്ലാവിധ തടസ്സങ്ങളും മാറിപ്പോകുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ഈശോയുടെ അഭിഷേകം നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാക്കുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാക്കുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ.
എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങ് വേണ്ടുവരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ സകല മരിച്ച വിശ്വാസികളെയും അങ്ങ് ദയാപൂർവം ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Per ipsum et cum ipso et in ipso est tibi Deo Patri omnipotendi in unitate Spiritus Sancti omnes honor et gloria per omnia saecula Saeculorum. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടു കൂടെ ഈശോയുടെ സമാധാനം പരസ്പരം ആശംസിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യവുമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ ഭാഗ്യവാന്മാർ. യോഗ്യത എനിക്കില്ല, എൻ്റെ സമർപ്പണം തന്നിൽ നിന്നൊരു പിടി ഇന്നു നീ സ്വീകരിച്ച പാഴ്ക്കുടിലാക്കുമെൻ ആത്മാവിന്നാലയം പൂമേടയായി മാറും, പൂമേടയായി മാറും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ.
ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ദിവസം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്നത് പ്രിയ ബഹുമാനമുള്ള ജോർജ് പുന്നക്കാട്ടുശ്ശേരി അച്ഛനെയാണ്. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷമുള്ള ആരാധനയ്ക്കും അച്ഛൻ നേതൃത്വം നൽകുന്നു. അച്ഛൻ കർത്തേടം സെയിൻറ് ജോർജ് ഇടവകയിൽ സഹവികാരിയായി സേവനം ചെയ്യുകയാണ്. കോവിഡ് ആരംഭിച്ചപ്പോഴുള്ള വലിയൊരു പ്രശ്നമായിരുന്നു ദൈവജനത്തിന് ദൈവത്തെ ലഭിക്കുന്നില്ല, സുവിശേഷം ലഭിക്കുന്നില്ല എന്നുള്ളത്. നവമാധ്യമങ്ങളായിരുന്നു നമുക്കുള്ള ആകെയുള്ള മാർഗം. നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് സുവിശേഷ വേല ചെയ്യുന്നതിൽ വളരെ നല്ലൊരു മാതൃക അതിരൂപതയിൽ തന്നെ ജോർജ് അച്ഛന് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഇന്നും പിന്തുടരുന്നു. അതിരൂപതയുടെ പല കാര്യങ്ങളും കേരളവാണിയുടെ ഇൻസ്റ്റഗ്രാമൊക്കെ അച്ഛൻ്റെ തന്നെ മേൽനോട്ടത്തിൽ എന്ന് പറയാവുന്ന വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട് അച്ഛനെ ഓർത്ത്. ഇന്ന് അച്ഛനെ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിനും ഇന്ന് ദിവ്യബലി അർപ്പണത്തിനായും ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതിനായും അച്ഛൻ ഇന്ന് ഇവിടെ എത്തിയതിനും എല്ലാവരുടെയും പേരിൽ, വികാരി അച്ഛൻ്റെയും ചിറ്റൂർ ഇടവക കുടുംബത്തിൻ്റെയും പേരിൽ പ്രിയ ബഹുമാനമുള്ള ജോർജ് പുന്നക്കാട്ടുശ്ശേരി അച്ഛന് ഒരുപാട് സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് 5, 6, 7 യൂണിറ്റുകളാണ്. ആ യൂണിറ്റുകളിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ഭാരവാഹികൾക്കും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഇന്നലെ കാഴ്ചവയ്പ് BCC 2, 3, 4 യൂണിറ്റുകളായിരുന്നു. അവരുടെ കാഴ്ചവയ്പിലൂടെ നമുക്ക് ലഭിച്ചത് 5200 രൂപയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. നാളെയും പതിവ് പോലെ വൈകുന്നേരം 5:30 തന്നെയാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. നാളെ പ്രത്യേകമായി നമ്മൾ സന്താന ലബ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ബഹുമാനമുള്ള ജോബി ആലപ്പാട്ടച്ഛനാണ് നാളെ തിരുക്കർമ്മങ്ങൾക്കായി നമുക്കിവിടെ വന്നു ചേരുക. നാളെ ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് 8, 9, 10 യൂണിറ്റുകളാണെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയ കുദാശകളാൽ പരിപോഷിതരായ ഇവരെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക നിരന്തരം അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോകക്ലേശങ്ങൾക്കു ശേഷം ഇവരുടെ നിത്യമായ സഹവാസം ഇവർ പ്രാപിക്കുമാറാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യ പൂജ സമാപിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു നവനാൾ ദിവ്യബലിക്ക് എന്നെ ക്ഷണിച്ച പ്രിയബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കോയിക്കാരമ്പറമ്പിലച്ഛനും സ്മിജോ അച്ഛനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി കൊതിയോടുകൂടെ ബലിയർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു അൾത്താരയാണ് ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിലെ അൾത്താര. ഒരുപക്ഷെ എനിക്ക് ഒരു അയൽപ്പക്കമുള്ള ഒരു വീടാണിത്. എൻ്റെ ഏറ്റവും അടുത്ത അയൽ ബന്ധുമിത്രത്തിൻ്റെ വീട് ചിറ്റൂരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഒത്തിരിയേറെ തവണ ഈ ദേവാലയത്തിൽ വന്ന് ദിവ്യബലിയിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് അച്ഛനായി 1.5 വർഷത്തിനു ശേഷം ഈ അൾത്താരയിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ദൈവം വെട്ടമായിട്ടും തണലായിട്ടും നിന്നതിൻ്റെ
ദൈവത്തിൻ്റെ തൂണായി ഒരുപാട് പേര് നിന്നതിൻ്റെ ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് ഈ അൾത്താരയിൽ നിൽക്കുക. ഈ ഒരു അവസരം നൽകിയ ദൈവത്തിനും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും നന്ദി പറയുന്നു. നല്ല ഒരു ചൈതന്യത്തിൻ്റെ പ്രാർത്ഥനയുടെ സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദിമാതാപിതാക്കളെ സൃഷ്ടിക്കുകയും അങ്ങനെ പ്രഥമ കുടുംബത്തെ രൂപപ്പെടുത്തി പറുദീസായിലെ സൗഭാഗ്യങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹപിതാവെ, അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ അധ്വാനങ്ങളെ ഫലമണിയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും നിലനിർത്തണമേ. കുടുംബജീവിതത്തിൻ്റെ മാന്യതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. ഞങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും വിശ്വസ്തതയും പുലർത്തി നസ്രത്തിലെ തിടുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. നവനാൾ ജപങ്ങൾ. കുടുംബങ്ങളുടെ മധ്യസ്ഥരും മാതൃകയുമായ തിരുക്കുടുംബമേ, ഞങ്ങളിതാ അങ്ങേ തിരുമുൻപിൽ അണഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാ സുഹൃതങ്ങളുടെയും വിളനിലമായി തിരുക്കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹവും കൂട്ടായ്മയും ഞങ്ങൾക്ക്
പ്രചോദനമരുളട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളും ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനുമായി അങ്ങ് മാതൃകയായി തന്നിരിക്കുന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തിരുക്കുടുംബം വഴിയായി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതയിലും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിൻ്റെ സുരക്ഷിതത്വം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് ഇന്നും സാധ്യമാകാതെ സ്വപ്നം മാത്രമായി നിലനിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് തിരുക്കുടുംബത്തിന് സമർപ്പിക്കാം. യൗസേപ്പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഏറെ പ്രത്യേകമായി മനസ്സിലാകും ശാന്തമായ ഒരു കൂട് ഇല്ലാത്തതിൻ്റെ വേദന. പരിശുദ്ധ അമ്മയെ യൗസേപ്പിതാവ് കൊണ്ടു നടന്നിട്ടുണ്ട്, ശാന്തമായ ഒരു സ്ഥലം തേടി, ഒരു ഇടം തേടി. അത് അങ്ങനെയില്ലാത്ത ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും വേദന തിരുക്കുടുംബത്തിന് പ്രത്യേകമായി മനസ്സിലാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വന്തമായി ഭവനമില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും അത് നീ സാധിച്ചു നൽകണമേ എന്ന്. ഭവന നിർമ്മാണം ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വലയുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പലവിധ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കാം. സ്ഥലത്തിൻ്റെയും മറ്റും ആധാരത്തിൻ്റെ പ്രശ്നങ്ങൾ, നിയമപരമായ പല നൂലാമാലകൾ, അയൽവാസികളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം നല്ലൊരു ഭവനത്തിന് തടസ്സമായി നിൽക്കുന്നത്. അവയെല്ലാം സമർപ്പിക്കാം. എല്ലാം പരിഹരിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭവന നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നവരുണ്ട്, അവർക്കും അത് എത്രയും വേഗം ഏറെ നന്നായി പൂർത്തിയാക്കുവാനുള്ള കൃപകൾ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ഭവനത്തിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ എല്ലാം ദൈവമേ അങ്ങ് ഔദാര്യപൂർവം തുറന്ന് നൽകണമേ. പരിശുദ്ധ തിരുക്കുടുംബമേ, അതിനുവേണ്ടി എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം.
വാടക വീടുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അധ്വാനത്തിൻ്റെ നല്ലൊരു ഭാഗം വാടകയ്ക്കായി ചിലവിടുന്നു. സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, അവരുടെ എല്ലാം വലിയൊരു സ്വപ്നമാണ് സ്വന്തമായ ഭവനം. അത് സാധ്യമാക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഒരുമിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിച്ച ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. സ്നേഹം മാത്രമായ തിരുക്കുടുംബമേ, നിങ്ങളുടെ അധ്വാനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്നും ശക്തമായ തുണയാകട്ടെ. ഞങ്ങളുടെ കഷ്ടതകളിലും പ്രശ്നങ്ങളിലും രോഗങ്ങളിലും എന്നും നിങ്ങളുടെ മാധ്യസ്ഥ്യം യാചിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ണീശോയെ പോലെ മാതാപിതാക്കൾക്ക് വിധേയരായി വർത്തിക്കുവാൻ അനുഗ്രഹിക്കണമേ. അധ്വാനത്തിലൂടെ തിരുക്കുടുംബത്തെ പോറ്റി വളർത്തിയ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ അധ്വാനങ്ങൾ ഫലമണിയുവാൻ അങ്ങ് സഹായിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആവശ്യം അറിഞ്ഞ് ആ കുടുംബത്തെ സഹായിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം നഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഒരുമയോടെ ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഉണ്ണിയേശു നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായപ്പോൾ 3 ദിവസം അങ്ങ് അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്തിയതുപോലെ പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എത്രയും വേഗം കുംഭസാരം എന്ന കൂദാശയിലൂടെ ഈശോയെ കണ്ടെത്തുവാനും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം നയിക്കുവാനും കൃപയരുളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. തിരുക്കുടുംബ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നരുൾ ചെയ്ത പരിശുദ്ധ മറിയമേ, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ഉണ്ണിമിശിഹായെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമക്കളും വളരുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ബത്ലഹേമിൽ താമസിക്കാൻ ഒരിടം കിട്ടാതെ വലഞ്ഞ് കാലിത്തൊഴുത്തിൽ ലോകരക്ഷകന് അഭയം കണ്ടെത്തിയ തിരുക്കുടുംബമേ,
സ്വന്തമായി ഒരു ഭവനമില്ലാതെ വലയുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെയെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. മക്കൾ ദൈവത്തിൻ്റെ ദാനമെന്ന് തിരുവചനത്തിലൂടെ അറിയിച്ച ദൈവമേ, മക്കളില്ലാത്ത ദമ്പതിമാരെയും തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒരുമയോടെ ഈ ലോകത്തിൽ ജീവിച്ച ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട തിരുക്കുടുംബമേ, സമാധാനമില്ലാതെ കലഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ മാധ്യസ്ഥത്തിൽ ഭരമേൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ഈശോ നൽകിയ സമാധാനം നിറയുവാൻ പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. തിരുക്കുടുംബത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ സുവിശേഷമായി തീർന്ന യേശുവിനെ പോലെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥരും മാതൃകയുമായി അങ്ങ് ഞങ്ങൾക്ക് തിരുക്കുടുംബത്തെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവരുടെ മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശുനാഥന്റെ ഭവനം, പ്രിയമേതൻ സ്നേഹഭവനം, നീതിമാനാകും ഔസേപ്പിതാവ് പോറ്റി വളർത്തിയ ഭവനം, മണ്ണിൽ മർത്യനു രക്ഷയേക ദൈവം തീർത്ഥഭവനം. കരയും മിഴികൾ തൻ കണ്ണീർ തുടയ്ക്കാൻ കരുണാമയൻ കാത്തിരിക്കുന്ന ഭവനം. കരയും മിഴികൾ തൻ കണ്ണീർ തുടയ്ക്കാൻ കരുണാമയൻ കാത്തിരിക്കുന്ന ഭവനം. കരുണയിടുന്നൊരു കർത്താവിൻ തിരു വചനമിരിക്കുന്ന ഭവനം, മണ്ണിൽ മർത്യനു രക്ഷയേക വചനം പകരം ഭവനം. നമ്മുടെ കുടുംബങ്ങൾക്ക് തിരുക്കുടുംബ വഴിയായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ കുടുംബം സ്ഥാപിച്ച് വിശുദ്ധീകരിച്ച് അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമാക്കിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ലോകമോഹങ്ങളിൽ വീഴാതെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ അങ്ങയിൽ എന്നും ശരണപ്പെടുവാൻ ഇടവരട്ടെ. ഈ ലോകത്തിൽ അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റിയ യൗസേപ്പിതാവും പരിശുദ്ധ മറിയവും ഉണ്ണിമിശിഹായും ചേർന്ന കുടുംബത്തെ പോലെ ഞങ്ങളും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ കൃപ തരണമേ. അങ്ങനെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനും നന്ദി പറയുവാനും തിരുമനസ്സാകണമേ. ആമേൻ. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം.
മോക്ഷകവാടം തുറക്കും. രക്ഷകരാമോസ്തിയേ ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോയെ നോക്കിയിട്ട് പാടാം. പരിശുദ്ധ പരമമാം സ്നേഹത്തോടുകൂടെ ദിവ്യകാരുണ്യമേ, ഏറെ വിശ്വാസത്തോടുകൂടെ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വച്ച് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനത്തിന് വഴികാട്ടിയ മേഘസ്തംഭമായും ദീപസ്തംഭമായും വഴികാട്ടിക്കൊണ്ട് ഒരു ദൈവത്തിൻ്റെ തൂണുണ്ടായിരുന്നു. ആ തൂണിനോട് ചേർന്നു നിന്ന് സഞ്ചരിച്ചവരെല്ലാം സമൃദ്ധിയുടെ കാനാൻ ദേശത്തിലേക്ക് യാത്രയായി. ഇപ്പോൾ ഈ തിരു അൾത്താരയിൽ വെട്ടമായി, തണലായി, ചൈതന്യമായി ഈശോ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ആ വലിയ ചൈതന്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് തൊട്ടു നിൽക്കാം. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്നും എപ്പോഴും അനുഗ്രഹീതരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനം: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വചനം നമുക്ക് ഏറ്റുചൊല്ലാം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആരൊക്കെ കർത്താവിൻ്റെ ഈ വലിയ ചൈതന്യത്തിലേക്ക്, പ്രകാശത്തിലേക്ക് ഹൃദയം ചേർത്ത് വയ്ക്കുന്നുവോ ആ ദൈവഭക്തർക്ക് അനുഗ്രഹങ്ങൾ ഒഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ആരാധനയുടെ ഈ സമയം ഈശോയെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ആരാധിക്കാം. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം ഇറക്കി വയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ 4 അതിരുകളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെ, കഷ്ടതകളെ എല്ലാം കർത്താവിലേക്ക് കൊടുക്കാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ തിരുവചനം: അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഈശോയുടെ വലിയ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ഏറ്റുപാടാം. ഗായക സംഘം ഏറ്റുപാടിത്തരുന്ന ഗാനം യേശുവേ നാഥ എന്നുള്ള ആ പാട്ട് പാടിക്കൊണ്ട് ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം ആരാധിക്കാം. നാഥ അങ്ങയെ ഞാൻ
സ്തുതിക്കുന്നു. ഇരുകരങ്ങളിലും ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഇവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ഒരിക്കൽ കൂടി ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള അപ്പച്ചനെയും അമ്മച്ചിയെയും നമ്മുടെ എല്ലാ ബന്ധുമിത്രങ്ങളെയും സമർപ്പിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുന്ന വലിയ ചൈതന്യമായ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ വ്യാകുലതകൾ, സങ്കടങ്ങൾ എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ഇരുകരങ്ങളും നമ്മുടെ ശിരസോട് ചേർത്ത് വയ്ക്കാം. ഈശോ നമ്മുടെ സമീപത്ത് ഉണ്ട് എന്നുള്ള ബോധ്യം, നമ്മുടെ നാണവും എല്ലാം മാറ്റിക്കൊണ്ട് ഈശോ എന്നെ തൊടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇരുകരങ്ങളും നമ്മുടെ ശിരസോട് ചേർത്ത് വയ്ക്കട്ടെ. നമ്മുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവ് തൊട്ടു നിൽക്കുന്ന അനുഭവം, നമ്മുടെ ജോലി മേഖലകളിൽ കർത്താവ് തൊട്ടു നിൽക്കുന്ന അനുഭവം, നമ്മുടെ പഠനത്തിൻ്റെ മേഖലകളിൽ കർത്താവ് തൊട്ടു നിൽക്കുന്ന അനുഭവം, ഈ ദേശത്തിൻ്റെ, ചിറ്റൂരിൻ്റെ ദേശത്തിൻ്റെ മുകളിൽ കർത്താവ് കുട പോലെ മഴവില്ല് വിരിയിച്ചുകൊണ്ട്, പ്രത്യാശയുടെ മഴവില്ല് വിരിയിച്ചുകൊണ്ട് തൊട്ടു നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാമത്തെ തിരുവചനം കേൾക്കുന്നത് മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. നിന്നെ തൊട്ടു നിൽക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് നീ പിന്തിരിഞ്ഞു ചെല്ലുമ്പോൾ, അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്നോട് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. അത് മറ്റൊരിടത്ത് ചെന്നു കഴിഞ്ഞാലും നിനക്ക് കിട്ടാത്ത സംതൃപ്തിയാണ്, സന്തോഷമാണ് എന്നുള്ള ബോധത്തോടു കൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏറ്റുപാടാം. യേശുനാഥ, സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. വിശ്വാസത്തോടുകൂടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. യേശുനാഥ. പ്രാർത്ഥനകൾ ഉയരട്ടെ സ്വർഗത്തോളം. നിന്റെ പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ട് പാടുന്നു. സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. ഭക്തിയ വണങ്ങുക എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ശിരസ് നമിക്കാം.
പ്രിയജാത് സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. മാവിലും ഔവിധം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നു സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ. എല്ലാ സ്വാദും തികഞ്ഞുരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ 3 നിയോഗങ്ങൾ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സൗഖ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രത്യാശയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചുറ്റും